എക്സാംസിന് വേണ്ടി നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള 4 ഡിഫറെൻറ്റ് വേസ്. പ്ലാൻ, ഡു നോട്ട് പാനിക്. നമ്മുടെ ബ്രെയിൻ ഒരു മെഷീൻ അല്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു 10-12 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത്, പഠിക്കുന്നതോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നതോ ബ്രെയിനിനെ ഫ്രൈഡ് ആക്കും, അല്ലെങ്കിൽ നമുക്കൊരു ബേൺ ഔട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് 90 മിനിറ്റ് ബ്ലോക്കിൽ നമ്മൾ പഠിക്കുക, എന്നിട്ട് 15 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഇതിനെ നമ്മൾ അൾട്രേഡിയൻ റിതം എന്ന് പറയും. ഇത് നമ്മുടെ മൈൻഡിനെയും ബ്രെയിനിനെയും റീസെറ്റ് ചെയ്യാൻ സഹായിക്കും. മേക്ക് ഇറ്റ് വിഷ്വൽ. അതായത് നമ്മൾ ഒരു വലിയ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റാണ് നമ്മൾ പഠിക്കുന്നത്. അത് പഠിക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബ്രെയിൻ കൂടുതൽ ഓർക്കുന്നത് പിക്ചേഴ്സാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ മൈൻഡ് മാപ്പിംഗ് എന്നുള്ളൊരു പ്രോസസ്സിലൂടെ നമ്മൾ മാപ്പ് ചെയ്ത്, അതായത് കളർ കോഡഡ് ആയിട്ടുള്ള പേപ്പർ നോട്ട്, ഫ്ലോ ചാർട്ട്, നിമോണിക്, ഇങ്ങനത്തെ ഉള്ള ഓരോ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനെ ഭംഗിയാക്കുക, കുറച്ചും കൂടി വിഷ്വലി അപ്പീലിംഗ് ആക്കുക. അപ്പോൾ ബ്രെയിനിന് ഓർത്തിരിക്കാനായിട്ട് കുറച്ചും കൂടി എളുപ്പം ഉണ്ടാവും. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതാനും അത് എളുപ്പം ഉണ്ടാവും. പ്രയോറിറ്റൈസ്, ഡോണ്ട് മെമ്മറൈസ്. നമുക്ക് എന്ത് കാര്യങ്ങളാണ് അറിയുന്നത്, ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്നുള്ളതിലേക്ക് ഒരു ധ്യാനം കൊടുക്കുക. രണ്ടാമത്തത്, ഒരുപാട് സാധനങ്ങൾ ക്രാം ചെയ്യാതെ ഇരിക്കാൻ ശ്രമിക്കുക. പെർഫെക്ഷനിലേക്ക് ഫോക്കസ് കൊടുക്കാതിരിക്കുക. റെഗുലേറ്റ്, ഡോണ്ട് എസ്കേപ്പ്. ഇപ്പം നമ്മൾ ബ്രേക്ക് എടുക്കുമ്പോൾ ബിൻ സ്ക്രോളിംഗ് എന്ന് പറഞ്ഞ പരിപാടി ചെയ്യാതെ ഇരിക്കുക. മാക്സിമം ആ ബ്രേക്കിൽ നമ്മൾ വെള്ളം കുടിക്കാൻ പോവോ അല്ലെങ്കിൽ പാട്ട് കേൾക്കാൻ പോവോ, അങ്ങനെ ഒരു ബ്രേക്ക് നമ്മൾ എടുക്കുക. ഇങ്ങനത്തെയുള്ള എല്ലാ എലമെൻസും നമ്മളെ പ്രസൻറ്റിലേക്ക് ആങ്കർ ചെയ്യാനായിട്ടും കൊണ്ടുവരാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് അത് മൈൻഡ്ഫുൾനെസ്സിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കൂട്ടാം. അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ നമ്മുടെ ഇമോഷൻസിനെ മാനേജ് ചെയ്യാനും ആ റിയാക്ടിവിറ്റി കുറയ്ക്കാനും മൈൻഡ്ഫുൾനെസ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ആ മൈൻഡ്ഫുൾനെസ്സിലുള്ള ഓരോ എലമെൻറ്റും പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇൻ കേസ് നിങ്ങൾക്ക് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നുമ്പോൾ നമ്മളൊരു മെഡിക്കൽ പ്രാക്ടീഷണറെ കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും.